ഐശ്വര്യ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഇനി നീയും കൂടെ സഹകരിക്കണം. വൈകുന്നേരത്ത് മുറ്റത്ത് പൂച്ചെടികൾ നനച്ചുകൊണ്ടിരുന്ന ഐശ്വര്യൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. അവൾ ചെടി നനയ്ക്കുന്ന ചെറിയ ഹോസും കയ്യിൽ പിടിച്ച് നിന്നുകൊണ്ട് ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇത്രയും ദിവസമായി നടന്ന കാര്യങ്ങളെല്ലാം സിദ്ധു അവളെ അറിയിച്ചു. ഏറ്റവും ഒടുവിൽ അനിരുദ്ധൻ ഐശ്വര്യയെ കൂടി അവിടേക്ക് വരുമ്പോൾ കൂട്ടണമെന്ന് പറഞ്ഞതുവരെ ഐശ്വര്യയുടെ മുഖത്ത് ഭയം നിയലിച്ചു. നീ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല ഐശ്വര്യ, കുറച്ചുകൂടി ബോൾഡാവണം. ഈ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൂടെ കാണണമെന്നില്ല. പിന്നീട് എല്ലാം സ്വയം നേരിടേണ്ടി വരും. അവളുടെ മിഴികൾ നിറഞ്ഞു. മുഖം തിരിച്ചു നിന്ന് അവൾ ചെടി നനയ്ക്കുന്നതിൽ ശ്രദ്ധിച്ചു. നീ ഒന്നും പറഞ്ഞില്ല. എന്നെക്കൊണ്ട് ശല്യമാണെങ്കിൽ ഞാൻ പോയി തരാം. സിദ്ധാർത്ഥിൻ്റെ മുഖം ചുവന്നു. ഓഹോ, എങ്ങോട്ട്? എവിടേക്കെങ്കിലും, അവൾ പതിയെ പറഞ്ഞു. ഓ, എന്നാൽ എൻ്റെ മോൾ ചെല്ലേ. അവൻ ഗാർഡനിൽ കിടന്നൊരു സ്റ്റോൺ ബെഞ്ചിലേക്ക് ഇരുന്ന് ദൂരേക്ക് മിഴികൾ പായിച്ചു. ഐശ്വര്യ പതുക്കെ ഹോസ് താഴെയിട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇരുന്നിട്ട് ഇരിപ്പുറക്കാതെ സിദ്ധു മുകളിലേക്ക് ചെന്നു. ചാരിക്കിടന്നിരുന്ന വാതിൽ അല്പം നീക്കിയപ്പോൾ ഒരു ബാഗിൽ വസ്ത്രം അടക്കി വെച്ചിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്ന ഐശ്വര്യനെയാണ് കണ്ടത്. സിദ്ധു അകത്തേക്ക് ചെന്നു. ആഹാ, പോകുവാണോ? ഐശ്വര്യയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്നത് സിദ്ധു കണ്ടു. ഡി, ചെപ്പക്കുറ്റി നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. ആൾ പോകാനൊരുങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവൻ്റെ വായിൽ പോയി ചാടി വല്ല റോഡിലും ചത്തുമലച്ച് കിടക്കാനാണോ? അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഇടയ്ക്ക് ഒന്ന് മെഴി ഉയർത്തിയപ്പോൾ കത്തുന്ന മെഴുകളോടെ സിദ്ധു തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. പറയുന്നത് പോലെ ചെയ്യാം ഞാൻ. പേടിയായതുകൊണ്ടാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്. പക്ഷേ എൻ്റെ കൂടെ കാണണം, ഇല്ലെങ്കിൽ എനിക്ക് ധൈര്യം കിട്ടില്ല. സിദ്ധുവിന് വല്ലാത്ത അലിവ് തോന്നിപ്പോയി അവളോട്. അവൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. എന്നവാ പറയാമല്ല. അവൻ അവളുടെ കൈയും പിടിച്ച് ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ചൂരൽ കസാരയിൽ പോയിരുന്നു. സിദ്ധു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് ഐശ്വര്യ ഇരുന്നു. പേടിയുണ്ടായിരുന്നെങ്കിലും സിദ്ധു കൊടുത്ത ധൈര്യത്തിൽ വേണ്ടതുപോലെ എല്ലാം ചെയ്യാമെന്ന് അവളേറ്റു. അയാൾ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി എൻ്റെ കൂടെ പഠിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ അയാൾ എന്നെ അറിയാവുന്ന ഒരാളുമായി വരും? അവൾ തൻ്റെ ഒരു സംശയം അവനോട് ചോദിച്ചു. അയാൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരും, എന്നിട്ട് നിന്നെ കണ്ടു കഴിയുമ്പോൾ പറയും അവർക്ക് ആൾ മാറിയതാന്ന്, ആ ആളല്ലായിരുന്നു എന്ന്. അല്ലാതെ ഈ കാര്യത്തിന് വേറൊരു ഓപ്ഷൻ അവരുടെ കയ്യിലില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി വരില്ല. പകരം എന്തെങ്കിലും തട്ടാമുട്ടി അയാൾ അടിക്കും. എന്നാൽ ഞാൻ അനിരുദ്ധനെ വിളിച്ച് നാളെ കഴിഞ്ഞ് ഡേറ്റ് പറയട്ടെ? സിദ്ധു അവളെ നോക്കി ചോദിച്ചു. അവൾ ഒരു നിശ്വാസത്തോടെ തലയാട്ടി. അപ്പോൾ പൂച്ചക്കുട്ടി ഒറ്റയ്ക്കിരുന്ന് മഹാദേവനെ വിളിച്ച് കുറച്ച് ധൈര്യം തരാൻ പറയേ, എനിക്ക് വേറെ ചില പണിയുണ്ട്. അവൻ അതും പറഞ്ഞ് ഫോണും എടുത്ത് വീടിൻ്റെ തെക്കുവശത്തെ കോണിലുള്ള കുടുംബക്ഷേത്രത്തിൻ്റെ ആലഞ്ചുവട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് ആദ്യം അനിരുദ്ധനെ വിളിച്ച് വരുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തു. വിനായകനെ വിളിച്ച് വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഒപ്പം അവൻ്റെ ഡ്രൈവറായ ശങ്കരേട്ടനോടും എത്താൻ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ഇരുവരും സിദ്ധുവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. 2 പേരോടും പ്ലാൻ വിവരിച്ചു കൊടുത്തവൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലല്ല വിനു, നീ നാളെ തന്നെ മോമ്പുഴക്കരയിലെത്തണം. ഹരിയുടെ വീട്ടിൽ തങ്ങണം. മറ്റന്നാൾ രാവിലെ ശങ്കരേട്ടൻ ഐശ്വര്യയുടെ അവിടെ എത്തണം. പക്ക ബ്രോക്കറുടെ വേഷമായിരിക്കണം കേട്ടോ ശങ്കരേട്ടാ. വിനു, നീ നാളെ വളരെ അലേർട്ടായിരിക്കണം. അവിടെ വെച്ച് അന്നൊരു ഫൈറ്റിനുള്ള സാധ്യത കുറവാണ്. അയാൾ വേറെന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. അവളെ കണ്ടെത്തി വെക്കുക, അത്ര മാത്രമേ അയാളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൂ. അഥവാ അൺയൂഷ്വലായി എന്തെങ്കിലും നടന്ന ജസ്റ്റ് കോൾ. ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. ബട്ട് നമ്മൾ മൂവരും 3 മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് ഓപ്പറേഷൻ വേമ്പനാൻ. അവരിരുവരും സിദ്ധു നിവർത്തിപ്പിടിച്ച കൈവെള്ളയിൽ അടിച്ചു. എന്നാൽ ഞാൻ മറ്റന്നാൾ രാവിലെ എത്താം. ശങ്കരേട്ടൻ പോകാനിറങ്ങി. ശങ്കരേട്ടൻ്റെ കാറിൽ വേണം കേട്ടോ ഐശ്വര്യയുമായി പോകാൻ. എന്നിട്ട് പ്രൈവറ്റ് ബോട്ട് പിടിച്ചാൽ മതി. ശരി സാർ. എടാ, ശങ്കരനെ വിശ്വസിക്കാമോ? പുള്ളി പോയി കഴിഞ്ഞപ്പോൾ വിനു സിദ്ധാർത്ഥിനോട് ചോദിച്ചു. ഷുവർ. കേരള പോലീസിലെ പല്ല് കവിഞ്ഞൊരു സിംഹം. പക്ഷേ പഴയ വീര്യത്തിനും ശൂരത്തിനും ഒന്നും കുറവില്ല. പണ്ട് അനിരുദ്ധൻ്റെ ഓഫീസിൽ ഇരുന്നിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാ ഒരു കലിപ്പമുണ്ട് അനിരുദ്ധനോട്. ആൾ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളപ്പോൾ പിന്നെ വേറെ ആളെ നോക്കണ്ടല്ലോ. രാഹുലിൻ്റെ കാര്യം ജസ്റ്റ് വെയിറ്റ്. സിദ്ധു ഫോണിൽ നിന്നും ഒരു നമ്പർ സെർച്ച് ചെയ്ത് വിളിച്ചു. മറുപുറത്ത് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവൻ തിരക്കി. ശില്പ, രാഹുലുണ്ടോ അവിടെ? ഇല്ലല്ലോ സാർ, രാഹുൽ പുറത്തേക്ക് പോയി. ഞാനും വിനുവും ഒന്ന് വരുന്നു അങ്ങോട്ട്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. ഓക്കെ സാർ, വരൂ. ശില്പ ഫോൺ വെച്ചു. രാഹുലിൻ്റെ ഭാര്യയാണ് ശില്പ, ജേർണലിസ്റ്റാണ്. അരമണിക്കൂറിനുള്ളിൽ സിദ്ധുവും വിനുവും അവിടെ എത്തി. ശില്പ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുഖവരൊന്നും കൂടാതെ തന്നെ സിദ്ധു കാര്യങ്ങൾ സംസാരിച്ച അവളോട്. ഐശ്വര്യയുടെ പേര് ബോധപൂർവം മറച്ചു വെച്ചു. രാഹുലിന് ഈ കാര്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് വെളിപ്പെടുത്തി.
ആൻ മറ്റന്നാൾ അനിരുദ്ധനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഒഴിവാക്കി തരാൻ ആവശ്യപ്പെട്ടു. അത് താൻ ഏറ്റുവെന്നും അന്നേ ദിവസം രാഹുൽ അവിടെ എത്തില്ലെന്നും ശില്പ സിദ്ധാർത്ഥിന് വാക്കുകൊടുത്തു. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം അവർ ശില്പയോട് യാത്ര പറഞ്ഞിറങ്ങി. തിരിച്ച് ബുള്ളറ്റിൽ വീട്ടിലേക്ക് ഒരു നേരം വിനു പറഞ്ഞു, രാഹുൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ലടാ, അവൻ എന്നെ കാണുന്നില്ലല്ലോ, ഞാൻ ഹരിയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുകയല്ലേ. രാഹുലിന് നിന്നെ മാത്രമല്ല ഐശ്വര്യയെയും അറിയാം. അവൻ കണ്ടിട്ടുണ്ടല്ലോ അവളെ, അന്നാദ്യം റോഡിൽ വീണപ്പോഴും എൻ്റെ വീട്ടിൽ വെച്ചും. അവൻ അവളെ കണ്ട ആരെങ്കിലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നിയ ആദ്യം സംശയം നീളുക എന്നിലേക്കാവും. തിരിച്ചറിഞ്ഞു എന്ന് വെച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഐശ്വര്യയുടെ പാസ്റ്റ്, ആ കാര്യമൊക്കെ അവൻ അറിയാനിടയാവും. ഓഹ്, ഞാനത് ചിന്തിച്ചില്ല. പിറ്റേ ദിവസം വൈകുന്നേരത്തോടെ വിനായക് ഹരിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. ഹരിയുടെ മുറിയിൽ വാതിൽ അടച്ചിട്ട് ഐശ്വര്യയുടെ വീടിന് നേർക്കുള്ള ഒരു ജനൽപ്പാളി പാതി തുറന്നു വെച്ച് അവനിരുന്നു. ഹരിയും ഒപ്പമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഏകദേശം 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിൻ്റെ ഒച്ച കേട്ടു. ഹരിയും വിനായകും ജാഗരൂകമായിരുന്നു. മുന്നിൽ കാളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഹരി അവിടേക്ക് ചെന്നു. അനിരുദ്ധനായിരുന്നു. കൂടെ ഐശ്വര്യയുടെ പ്രായം തോന്നിക്കുന്ന ഒരു മോഡേൺ വസ്ത്രധാരിയായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. താക്കോലൊന്ന് തരുമോ? അവർ വരുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരിക്കാം. ഇതെൻ്റെ മോളാണ്. ഒന്ന് ചിന്തിച്ച് നിന്ന ശേഷം ഹരി താക്കോലെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ ആ പെൺകുട്ടിയുമായി ഐശ്വര്യയുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അവർ ഇരുവരും ജനലിലൂടെ കണ്ടു. അതത്ര നല്ല സെറ്റപ്പ് അല്ലല്ലോ സാറേ, ഹരി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നൺ ഓഫ് അവർ ബിസിനസ്. അവളുടെ സമ്മതത്തോടെയല്ലേ, അല്ലെങ്കിൽ അവൾ അയാളുടെ കൂടെ വരില്ലല്ലോ. വല്ല ഒച്ചയോ ബഹളമോ കരച്ചിലോ കേട്ടാൽ നമുക്ക് ഇടപെടാം. വിനായക് ചിരിച്ചുകൊണ്ട് ഹരിയുടെ കട്ടിലിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു. ഇതേ സമയം രാഹുലിൻ്റെ വീട്ടിൽ രാഹുൽ മാമ്പുഴക്കരിക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. പെട്ടെന്നാണ് അയ്യോ എന്നൊരു നിലവിളി കേട്ടത്. ഒച്ച കേട്ടിടത്തേക്ക് രാഹുൽ ഓടിയെത്തിയപ്പോഴേക്കും കയ്യിലിരുന്ന വെള്ളവും ബക്കറ്റും താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശില്പ പതിയെ കിടന്നു ബാത്റൂമിലെ ടൈലിൽ. എന്തു പറ്റിയടി? രാഹുൽ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക്, എൻ്റെ നടുവ്. ശില്പ കരഞ്ഞു. ദൈവമേ, അനിരുദ്ധൻ സാർ. രാഹുൽ ശില്പയെ എഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു, എനിക്കിവിടെ നടുവ് പോയി കിടക്കുമ്പോഴാ നിങ്ങളുടെ ഒരു കുനിരുദ്ധൻ. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോ മനുഷ്യ. ഗത്യന്തരമില്ലാതെ രാഹുൽ അവളെ എടുത്ത് കാറിൽ കിടത്തി. അനിരുദ്ധനെ വിളിച്ച് കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. പുറകിലെ സീറ്റിൽ ചാഞ്ഞു കിടന്ന ശില്പ ടോപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സിദ്ധുവിന് മെസ്സേജ് അയച്ചു. ഡൺ, രാഹുൽ വരില്ല. ഹരിയുടെ കണ്ണ് ദൂരെ കായലിന് അക്കരെയായിരുന്നു. തൻ്റെ അച്ചു ഇന്ന് വരുന്നുണ്ട്. അവൾ കണ്ടിട്ട് എത്രയായി? ആ വെപ്രാളവും പരിവേഷവും ഒക്കെ വിനുവും കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് സിദ്ധുവിൻ്റെ ചിരിക്കുന്ന മുഖം വന്നു. കള്ളപടുവ, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ പൂച്ചക്കുട്ടിയെ. ഐശ്വര്യ, അവൾക്ക് ആരെയാവും ഇഷ്ടം? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം ഇരുവരിലും ആരോടെങ്കിലും അവൾക്കുണ്ടോ? ചിന്തകൾക്കൊടുവിൽ 10 മണിയോടെ മറ്റൊരു ബോട്ടിൻ്റെ ശബ്ദം അവൻ കേട്ടു. പതിയെ വാതിലിന് മറവിൽ വന്നു നിന്ന് അവൻ നോക്കി. ശങ്കരേട്ടനും ഒപ്പം ഐശ്വര്യയും ബോട്ടിൽ നിന്നിറങ്ങി. ഹരി ആർത്തിയോടെ അവളെ നോക്കുന്നത് വിനായക് ശ്രദ്ധിച്ചു. ശങ്കരേട്ടൻ തനി ബ്രോക്കർ സ്റ്റൈലിലായിരുന്നു. ഒപ്പം വന്ന ഐശ്വര്യ സിദ്ധുവിൻ്റെ നിർദ്ദേശപ്രകാരം അടിമുടി മാറിയാണ് വന്നത്. സാന്ദ്രയുടെ ഒരു ജീൻസും ടോപ്പും ഇട്ട്, മുടി അയച്ചിട്ട്, ലേശം മേക്കപ്പൊക്കെ ചെയ്ത്, ചുണ്ടിൽ ചായമൊക്കെ പൂശി അനിരുദ്ധൻ കണ്ടാലൊന്നും ഞെട്ടുന്ന രീതിയിലാണ് അവൾ എത്തിയത്. സിദ്ധുവിൻ്റെ ട്രെയിനിങ് ആവും. നല്ല ആത്മവിശ്വാസമുണ്ട് അവളുടെ മുഖത്ത്, വിനായക് ഓർത്തു. ബോട്ടിൻ്റെ ഒച്ച കേട്ട് അനിരുദ്ധൻ പുറത്തേക്ക് വന്നു. കൂടെ ആ പെൺകുട്ടിയും. ഐശ്വര്യയുടെ മാറ്റം അയാളെ ഞെട്ടിച്ചു. പഴയതിലും 3 ഇരട്ടി സുന്ദരി. ഭാവഭേദം ഒന്നും കൂടാതെ ഐശ്വര്യ അയാളുടെ അടുത്ത് വന്ന് നിന്ന് പുഞ്ചിരിച്ചു. ഹായ് സർ, ഐ എം ഐശ്വര്യ. എല്ലാവരും ഐശു എന്ന് വിളിക്കും. നീട്ടിപ്പിടിച്ച അവളുടെ കൈകളിലേക്ക് അനിരുദ്ധൻ വിറച്ച് കൈകൾ ചേർത്തു. ഇവൾക്ക് എന്നെ മനസ്സിലായില്ലേ? കാണുമ്പോൾ പേടിക്കുമെന്നാണ് കരുതിയത്, പക്ഷേ ഇനി ആൾ മാറിയോ? വിവിധ ചിന്തകൾ അയാളുടെ തലച്ചോറ് പിളർത്തി കടന്നുപോയി. എവിടെ മോള്? എൻ്റെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞ അവൾ അയാളുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു. അനിരുദ്ധന് മറുപടി ഇല്ലായിരുന്നു. അയാൾ പതിയെ പുറകിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ അവൾ പെട്ടെന്ന് പറഞ്ഞു, ഓ പപ്പ, ഇതല്ല ഞാൻ പറഞ്ഞ ഐശ്വര്യ. ഓ, അനിരുദ്ധൻ പണിപ്പെട്ട് ചുണ്ടനക്കി. എന്തായാലും ഒരു കമ്പനി ആയല്ലോ, നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക, ഞങ്ങളൊന്ന് ചുറ്റിട്ടെ ഇവിടെ, ഐശ്വര്യ പറഞ്ഞു. ആയിക്കോട്ടെ. അനിരുദ്ധൻ ഒരു ചിരി വരുത്തി മുഖത്ത്. എന്നാൽ നമുക്ക് 2 കസേര പുറത്തോട്ടിട്ടിരുന്ന് സംസാരിക്കാം. ശങ്കരേട്ടൻ 2 കസേര അകത്ത് നിന്നെടുത്ത് പുറത്തിട്ടു. അവരിരുവരും കസേരയിലേക്ക് ഇരുന്നു. അപ്പുറത്ത് നിന്ന് ഹരിയും വന്നു അവിടെ നിന്നു.
വിനായക് ജനലരികിൽ നിലയുറപ്പിച്ചു. മീനേ കൂയ് മീനേ. വീടിന് മുന്നിലെ തോട്ടിൽ കൂടി ചെറുവള്ളത്തിൽ മീൻകാരൻ മീനുമായി പോയി. സാറേ, മീൻ വേണോ? അയാൾ പുറത്തേക്ക് നോക്കി ചോദിച്ചു. വേണ്ട. അനിരുദ്ധൻ കൈ ഉയർത്തി കാണിച്ചു. പരിചിതമായ ആ ശബ്ദം കേട്ട് ഹരിയും വിനായകനും ശങ്കരേട്ടനും ഒപ്പം ഐശ്വര്യയും വള്ളത്തിൽ നല്ല പിടയ്ക്കുന്ന മീനുമായി കള്ളിമുണ്ടും ബനിയനും ധരിച്ച് റബ്ബർ ചെരുപ്പും ഇട്ട് കയ്യിലെ തീപ്പെട്ടിക്കൂട് പോലെയുള്ള നോക്കിയ ഫോണിൽ കുത്തിയിരിക്കുന്ന ആളെ നോക്കി. കയ്യിലിരുന്ന ഫോൺ ചെവിയിലേക്ക് വെച്ച് ചെമ്പരത്തി പടർപ്പുകൾക്കിടയിൽ നിൽക്കുന്ന ഐശ്വര്യയെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ച് കയ്യിലെ പങ്കായമെടുത്ത് വെള്ളത്തിൽ ഒന്ന് അടിച്ചു തുഴഞ്ഞ് ചിരിയോടെ നീങ്ങി സിദ്ധാർത്ഥ്. കള്ളപടുവ. വിനായക് നെറുചിരിയോടെ പതിയെ പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്യാനോ? അയ്യോ, നിന്നോട് ഞാൻ പറഞ്ഞു പേടിച്ച് നിന്ന കാര്യം നടക്കില്ലെന്ന്. അവിടെ ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂടെ അവിടെ വരുമോ? ആഹാ, ബെസ്റ്റ്. അവിടെ എൻ്റെ പയ്യന്മാരുണ്ട്, നീ പേടിക്കണ്ട. ഒക്കെ നമ്മുടെ കസ്റ്റഡിയിലുള്ള ആൾക്കാർ തന്നെയാ. അപ്പോൾ നാളെ തന്നെ ജോയിൻ ചെയ്യേ. ഐശ്വര്യ പേടിയോടെ സിദ്ധാർത്ഥിനെ നോക്കി. മാമ്പഴക്കരയിൽ നിന്ന് തിരിച്ചു പോരും നേരം അനിരുദ്ധൻ ഐശ്വര്യയോട് തിരക്കിയിരുന്നു എന്താണ് അബാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതിരുന്നതെന്ന്. മലപ്പുറത്തേക്ക് പോയത് കൊണ്ടാണെന്ന് അവൾ മറുപടി നൽകി. ഇപ്പോഴും ആ പോസ്റ്റ് വേക്കൻ്റ് ആണെന്നും വന്നാൽ ആകർഷകമായ ശമ്പളം ഐശ്വര്യക്ക് സ്പെഷ്യലായി നൽകാമെന്നും അനിരുദ്ധൻ വാഗ്ദാനം നൽകി. അതിനെക്കുറിച്ച് സിദ്ധുവിനോട് എത്തിയപ്പോൾ തന്നെ ഐശ്വര്യ പറഞ്ഞിരുന്നു. അതിന് സിദ്ധുവിൻ്റെ മറുപടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നായിരുന്നു. വീട് മലപ്പുറം എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അബാം ഗ്രൂപ്പിൻ്റെ സ്റ്റാഫിനുള്ള വീട്ടിലാണ് തങ്ങിയത്. ആ വീടിൻ്റെ പരിസരത്ത് രാത്രിയിൽ സിദ്ധുവും വിനായകും ഉണ്ടായിരുന്നു. ഐശ്വര്യയെ കൂടാതെ ദേവിക പറഞ്ഞ 4 പെൺകുട്ടികൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഐശ്വര്യയുടെ വീട് അനിരുദ്ധൻ വാടകയ്ക്ക് എടുത്തിരുന്നു. താൻ വിചാരിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ നടന്നതിലുള്ള ആഹ്ലാദത്തിലായിരുന്നു അനിരുദ്ധൻ. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന ആലോചനയിൽ പറ്റിയൊരു സന്ദർഭം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണ് അയാൾ. ഐശ്വര്യയ്ക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് അയാൾ. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. സിദ്ധു കൊടുത്തിരുന്ന ഒരു കുഞ്ഞു ഫോണിൽ എന്നും രാത്രി സിദ്ധു ആളെ വിളിച്ച് അന്നന്നത്തെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. അന്നാണ് ഐശ്വര്യ ആ കാര്യം സിദ്ധുവിനോട് പറഞ്ഞത്. മുൻപ് ദേവിക പറഞ്ഞിരുന്ന ടൂറിന് പോകുന്ന കാര്യം ഹൗസ് ബോട്ടിൽ. പിറ്റേ ആഴ്ച ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. വെള്ളിയാഴ്ച പോയി ഞായറാഴ്ച രാത്രി മടക്കം. ഹൗസ് ബോട്ടിൽ മാത്രമല്ല, ഐശ്വര്യയുടെ അനിരുദ്ധൻ വാടകയ്ക്കെടുത്ത വീട്ടിലും ചിലവഴിക്കുന്നുണ്ട് 1-2 ദിവസം. അവളിൽ നിന്നും ആ വാർത്ത കേട്ട് സിദ്ധു ജാഗരൂകനായി. അനിരുദ്ധൻ കളി തുടങ്ങിയെന്ന് സിദ്ധുവിന് മനസ്സിലായി. ആ പോലീസ് തലച്ചോറ് പല വഴികളിലൂടെ പാഞ്ഞു. ഏറ്റവും മികച്ച ഒരു വഴി തേടി. ഇനിയൊരു പെൺകുട്ടിക്കും അവളുടെ മാനം നഷ്ടപ്പെട്ടുകൂടാ. അതിന് തന്നാൽ കഴിയുന്നതിൻ്റെ ഏതറ്റം വരെ പോകാനും തയ്യാറായി തന്നെ നിന്നു അവൻ. മണിക്കൂറുകൾക്കൊടുവിലെ ചിന്തകൾക്ക് അവസാനം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കുപ്പായം എടുത്തിട്ട് തൊപ്പിയും വെച്ച് ബൂട്ടിട്ട് ലീവ് ക്യാൻസൽ ചെയ്ത് അവനിറങ്ങി. അംഗത്തിന്, അനിരുദ്ധനുമായുള്ള പോരാട്ടത്തിന്, ഓപ്പറേഷൻ വേമ്പനാടിൻ്റെ അവസാന ഭാഗത്തിന്. നീ എങ്ങോട്ടാ രാവിലെ? എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? രാവിലെ തന്നെ വീട്ടിലെത്ത് എന്ന് സിദ്ധു വിളിച്ചു പറഞ്ഞതിനെത്തിയതായിരുന്നു വിനായക്. ഇന്നും നാളെയും ഞാൻ ഇവിടെ കാണില്ല. ട്രിവാൻഡ്രം പോകുക. CM-നെ കാണണം. പപ്പാടെ ഫ്രണ്ടായിരുന്നു, പേഴ്സണലി അറിയാം. അബാം ഗ്രൂപ്പിൻ്റെ അടിവേര് പിഴിയുന്ന എവിഡൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കി പൂട്ടിക്കാനുള്ള പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഒന്ന് ഉറപ്പിക്കണം. ഇനിയുള്ള അംഗത്തിന് മുകളിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടിയേ തീരൂ. മേ ബി എന്തെങ്കിലും സംഭവിച്ചാൽ. സിദ്ധു ഇടക്ക് വെച്ച് നിർത്തിയിട്ട് കാൽ കസാരയിലേക്ക് ഉയർത്തി വെച്ച് ഷൂവിൻ്റെ ലേസ് കെട്ടി. എന്ത് സംഭവിച്ച? വിനായക് അവനെ സംശയത്തോടെ നോക്കി. അനിരുദ്ധൻ കൊല്ലപ്പെട്ടാൽ? സിദ്ധു മീശ പിരിച്ചുകൊണ്ട് വിനായകനെ നോക്കി ഒന്ന് ചിരിച്ചു. വാട്ട് യു മീൻ? എന്താ നിന്റെ മനസ്സിൽ? വെയിറ്റ് ആൻഡ് സീ മാൻ. സിദ്ധു അവൻ്റെ തോളിൽ തട്ടിയിട്ട് പുറത്തേക്കിറങ്ങി കാറിലേക്ക് കയറുന്ന നേരം തല അല്പം താഴ്ത്തി അവൻ വിനായകനോട് പറഞ്ഞു. അവളുടെ മേൽ നിന്റെ 2 കണ്ണും വേണം. ഇന്ന് രാത്രി ഞാനില്ലാത്തതാ. ഇവിടെ വെച്ച് അനിരുദ്ധൻ ഒന്നിനും മുതിരില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അയാൾ അടുത്ത ആഴ്ചത്തെ ഹൗസ് ബോട്ട് ടൂർ ഓർത്ത് മനപ്പായസം എണ്ണിയിരിക്കുകയാവും. നീ ധൈര്യമായി പോയിട്ട് വാടാ. വിനായക് അവനെ നോക്കി തള്ളവിരൽ ഉയർത്തി കാണിച്ചു. CM-ന്റെ ഓഫീസിലായിരുന്നു സിദ്ധു. സിദ്ധുവിൻ്റെ പപ്പായുമായി ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സിദ്ധുവിനെ കണ്ടപ്പോൾ തന്നെ വളരെ നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും ആ വാർദ്ധക്യത്തിലും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കുശല സംഭാഷണങ്ങൾക്ക് ശേഷം സിദ്ധു കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. വളരെ ഗൗരവത്തോടെ തന്നെ അദ്ദേഹം എല്ലാം കേട്ടിരിക്കുകയും ചെയ്തു. മുൻപ് ഐശ്വര്യയുടെ ഡോക്ടർ പരിശോധിച്ച ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഉൾപ്പെടെ സിദ്ധു കരുതിയിരുന്നു.
അബാങ് ഗ്രൂപ്പിന്റെ ഇതുവരെയുള്ള ബിസിനസ് ഡീലിങ്സ്, തെളിവുകൾ, അതിനു പിന്നിൽ നടത്തുന്ന വൻ ചതികളുടെ കുരുക്കുകൾ ഒക്കെ അദ്ദേഹത്തിന് മുന്നിൽ വിശദമായി തെളിവായി നൽകി സിദ്ധു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തലപ്പത്ത് നിന്നും വിളിയൊന്നും ഉണ്ടാകരുത് എനിക്ക്. അതെങ്കിലും ഉറപ്പ് തരണം. അനിരുദ്ധൻ സ്റ്റിൽ ഓൺ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങ് കേന്ദ്രം വരെ പിടിപാടുള്ള ഒരുത്തൻ. ഇതിൻ്റെ ഫുൾ ചരട് എൻ്റെ കയ്യിലിരിക്കണം. ഞാൻ ചരട് വലിക്കുന്നതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ. സിദ്ധു CMന്റെ കാര്യം കവർന്നുകൊണ്ട് പറഞ്ഞു. നീ പോയി പൊളിക്കട കൊച്ചനെ. നിന്നെ തടയാൻ ചങ്കുറപ്പുള്ള ഒരുത്തനും ഇവിടെ ഇല്ല. ഞാനാ പറയുന്നത്. വേണേതേ എല്ലാവരും തട്ടിക്കോ. ആരും നിന്നോട് ചോദിക്കാൻ വരില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാ CM കൊന്നതെന്ന് പറഞ്ഞേക്ക്. നെഞ്ചു വിരിച്ചു നിന്ന് CM പറയുന്നത് കേട്ട് പപ്പ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള പഴയ ആ ഉശിരൻ സഖാവിന് ഓർമ്മ വന്ന സിദ്ധുവിന് ഒരു തകർപ്പൻ സെല്യൂട്ട് കൊടുത്ത് ഷേക്ക് ഹാൻഡും നൽകി ആത്മവിശ്വാസത്തോടെ ഇറങ്ങി അവൻ CMന്റെ ഓഫീസിൽ നിന്നും. വെള്ളിയാഴ്ച അബാങ് ഗ്രൂപ്പിൽ നിന്നും ഒരു ചെറിയ ട്രാവലറിൽ ഐശ്വര്യ ഉൾപ്പെടെ 5 പെൺകുട്ടികളും വേറെ പ്രായമുള്ള 2 ലേഡി സ്റ്റാഫുകളും കോർഡിനേറ്റർ ആയ ഒരു പയ്യനും ആലപ്പുഴക്ക് പുറപ്പെട്ടു. ഒരു നിശ്ചിത അകലമിട്ട് ഒരു ടാക്സി കാറിൽ സിദ്ധുവും വിനായകും ഉണ്ടായിരുന്നു. അനിരുദ്ധനോ മറ്റു പുരുഷന്മാരോ അവരുടെ കൂടെ ഇല്ലാതിരുന്നത് സിദ്ധു ശ്രദ്ധിച്ചു. ഒരു പക്ഷേ ഇതിനോടകം ഹൗസ് ബോട്ട് എടുത്തതിൽ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് സിദ്ധു അനുമാനിച്ചു. 1.5 മണിക്കൂറിന് ശേഷം ആലപ്പുഴ എത്തി. ട്രാവലർ നിർത്തുന്നതും അവിടെ നിന്നും പ്രൈവറ്റ് ബോട്ട് പിടിച്ച് അവർ ഉൾക്കായലിലേക്ക് പോകുന്നതും അവർ കണ്ടു. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിലെ ഹരിയുടെ ഒരു പരിചയക്കാരൻ മുഖേന പോലീസ് പിടിപാട് ഉപയോഗിച്ച് തന്നെ അബാങ് ഗ്രൂപ്പ് ബുക്ക് ചെയ്ത ഹൗസ് ബോട്ട് സിദ്ധു മനസ്സിലാക്കിയിരുന്നു. ഹൗസ് ബോട്ട് ഡ്രൈവറായി അവൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഹരിക്ക് പരിചയമുള്ള ഒരാളെ തന്നെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. ഒരു കായ്മുണ്ടും ഉടുത്ത് തലയെക്കെട്ടും കെട്ടി പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഹരിയും ചന്ദ്രേട്ടനും ഹൗസ് ബോട്ടിൻ്റെ അടുക്കളയിൽ വെപ്പുകാരായി ഉണ്ടായിരുന്നു. സിദ്ധുവും വിനായകും ഹരിയുടെ വീട്ടിലേക്ക് പോയി അവിടെ തങ്ങി. രാത്രി മറ്റേ കൂട്ടർ ഐശ്വര്യയുമായി വീട്ടിൽ തങ്ങുമെന്നായിരുന്നു സിദ്ധുവിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ രാത്രി ആരും അങ്ങോട്ട് വന്നില്ല. സിദ്ധു ഹരിയെ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പിറ്റേന്ന് ഉച്ചയോടെ പെൺകുട്ടികളും അനിരുദ്ധനും മറ്റ് 2 സ്ത്രീകളുമായി ഐശ്വര്യയുടെ വീട്ടിലെത്തി. മറുവഴിയിലൂടെ ഹരി സിദ്ധാർത്ഥനും വിനായകനും ഒപ്പം ചേർന്നു. ശില്പയുടെ നടുവേദന വീണ്ടും പൂർവാധികം ശക്തി പ്രാപിച്ചതിനാൽ രാഹുലിന് ഇത്തവണയും അനിരുദ്ധനൊപ്പം കൂടാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അന്ന് വൈകുന്നേരം എന്തോ ഉടായ്പ പറഞ്ഞൊപ്പിച്ച് അവൻ ശില്പയുടെ അടുത്ത് നിന്നും ചാടി. വൈകുന്നേരം പെൺകുട്ടികളും മറ്റുള്ളവരും ചേർന്ന് പുറത്തു നിൽക്കുന്ന നേരമാണ് വളയും പൊട്ടും ചാന്തും വിൽക്കാനായി ആ പഴയ വള്ളക്കാരൻ വീണ്ടും എത്തിയത്. ഹേയ്, വളയും പൊട്ടുമൊക്കെ ഉണ്ട് വേണോ? അവൻ അതിലിരുന്നു കൊണ്ട് പെൺകുട്ടികളെ നോക്കി ചോദിച്ചു. നീ അല്ലട നാളും മീൻ വിറ്റുകൊണ്ട് നടന്നത്? അനിരുദ്ധൻ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ സാറേ. നിനക്കെല്ലാ കച്ചവടവും ഉണ്ടോ? ഞാൻ ഉച്ചക്ക് കണ്ടായിരുന്നു പെൺകുട്ടികൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി കച്ചവടം വെക്കുമല്ലോ എന്ന് കരുതി മാർക്കറ്റിൽ പോയി എടുത്തതാണ് ഇതൊക്കെ. ഇവർക്ക് വേണോ സാറേ? വേണമെങ്കിൽ വാങ്ങിക്ക ഐശ്വര്യ. അനിരുദ്ധൻ ഐശ്വര്യയെ നോക്കി. ഐശ്വര്യ ചെറുചിരിയോടെ വേണ്ട എന്ന് തലയാട്ടി. ആ ചിരി മായാതെ തന്നെ വള്ളത്തിലിരിക്കുന്ന കച്ചവടക്കാരനും നൽകി. വള്ളക്കാരൻ അവളെ കണ്ണിറുക്കി കാണിച്ചു. സമയം ഏഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. എങ്ങും ഇരുട്ട് പടർന്നു. എവിടെയോ രാക്കോഴി കൂവി. കായലിൻ്റെ ഓളശബ്ദം മാത്രം കേൾക്കാം. ഇതിനിടയിൽ എപ്പോഴോ രാഹുലും ജോബിനും കൂടി വന്ന് ആ വീട്ടിൽ കയറുന്നത് ഇപ്പുറത്ത് നിന്നും സിദ്ധു കണ്ടു. അവൻ അപ്പോഴും ആ വളവിൽപ്പനക്കാരൻ്റെ വേഷത്തിൽ തന്നെയായിരുന്നു. കള്ളിമുണ്ടും ബനിയനും തലയിൽ കെട്ടും റബ്ബർ ചെരിപ്പും. 6 കണ്ണുകൾ ജനൽപ്പാളിയുടെ വിടവിലൂടെ ഇപ്പുറത്തേക്ക് നോക്കി തന്നെ നിൽപ്പുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ ഒരു കൈ ഫോണിലും മറുകൈ അരയിലെ തോക്കിലും മുറുകിയിരുന്നു. അപ്പോൾ അപ്പുറത്ത് പെൺകുട്ടികൾ 5 പേര് 3 മുറികളിലായി കിടന്നു കഴിഞ്ഞിരുന്നു. ഐശ്വര്യയുടെ ഒപ്പം പ്രായമായ ഒരു ലേഡി സ്റ്റാഫ് ആയിരുന്നു. അവർ അനിരുദ്ധൻ്റെ ആളായിരുന്നു. കിടക്കാൻ നേരം അവർ ഒരു ഗ്ലാസ് ജ്യൂസ് ഐശ്വര്യക്ക് നൽകിയെങ്കിലും അവൾ അത് വിദഗ്ധമായി പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞിരുന്നു. നെഞ്ചിടിപ്പോടുകൂടി വാതിൽ നല്ലതുപോലെ പൂട്ടിയോ എന്ന് ഉറപ്പുവരുത്തി ഐശ്വര്യ അവരോടൊപ്പം ഉറങ്ങാൻ കിടന്നു. വീണ്ടും സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഐശ്വര്യയുടെ ഒപ്പമുള്ള സ്ത്രീ ഉറക്കം നടിച്ചു കിടന്നു. കണ്ണുകൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ആ നിമിഷത്തിലാണ് വാതിലിലെ ചെറിയ ശബ്ദത്തിലുള്ള മുട്ടവൾ കേട്ടത്. കൂടെ കിടക്കുന്ന സ്ത്രീ തലചരിച്ച് തന്നെ നോക്കുന്നതും ആ മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ടു. ആ ഒരു നിമിഷത്തിന്റെ അർദ്ധനിമിഷം മാത്രം മതിയായിരുന്നു ഐശ്വര്യയുടെ ഫോണിൽ നിന്നും അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ ചെല്ലാൻ. അതിലും പകുതിയുടെ പകുതി നിമിഷം മാത്രം മതിയായിരുന്നു ആ ആൾക്ക് ഇപ്പുറത്തെ വീടിന്റെ മുൻവാതിൽ ചവിട്ടി പൊളിക്കാൻ. ശബ്ദം കേട്ട് അനിരുദ്ധനും രാഹുലും ജോബിനും ബാക്കിയുള്ളവരും കൂടി ഓടി മുന്നിലെത്തി. മുന്നിൽ നിൽക്കുന്ന നേരത്തെ കണ്ട വള്ളക്കാരനെ കണ്ട് അനിരുദ്ധൻ നെറ്റി ചുളിച്ചു. നീയോ?
നിനക്ക് എന്താടാ ഇവിടെ കാര്യം? മാറി നിൽക്കടോ. സിദ്ധാർത്ഥ് അനിരുദ്ധന്റെ നെഞ്ചിൽ ഊക്കോടെ തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ ഹരിയും വിനായകും. ഐശ്വര്യ! അതൊരു വിളിയായിരുന്നു, നെഞ്ചുറപ്പുള്ള ഒരുത്തൻ്റെ വിളി. ഐശ്വര്യ, നീ മറ്റേ ഫ്രണ്ട്സുമായി അപ്പുറത്തേക്ക് പോ. അതൊരു ആജ്ഞയായിരുന്നു, കരിങ്കല്ലാക്കി വെച്ചവൻ്റെ ആജ്ഞ. നീ ആരടാ നായിൻ്റെ മോനെ? അനിരുദ്ധൻ സിദ്ധാർത്ഥൻ്റെ ബനിയൻ്റെ പുറകിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നിർത്തി. അയ്യോ സിദ്ധാർത്ഥ് സാർ. രാഹുൽ വിറക്കുന്ന കൈകളോട് സെല്യൂട്ട് അടിച്ചു. സിദ്ധാർത്ഥ് അവിടെ കിടന്നിരുന്ന കസാരയിലേക്ക് ഇരുന്ന് ഒരു കാൽ മറുകാലിലേക്ക് കയറ്റി വെച്ച് സാവധാനത്തിൽ താടി ഒഴിഞ്ഞ അനിരുദ്ധനെ നോക്കി. സിദ്ധാർത്ഥ് മേനോൻ IPS, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. സിദ്ധാർത്ഥ് സാർ, രാഹുൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ കണ്ടില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇനി സാർ അന്ന് പറഞ്ഞവരോടൊപ്പം വല്ലതും? ശില്പ പകുതിയിൽ നിർത്തി. രാഹുലിനെ കാണാഞ്ഞ് സംശയം തോന്നി സിദ്ധാർത്ഥിനെ വിളിച്ചതായിരുന്നു അവൾ. ഏയ്, ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. ഹീസ് വിത്ത് മീ. വിൽ ബി ബാക്ക് ടുമോറോ. ദർ ഇസ് സംതിങ് ഒഫീഷ്യൽ. കൊടുക്കണോ? വേണ്ട, ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ ശില്പ. സിദ്ധു ഫോൺ വെച്ചു. ശില്പയായിരുന്നു. അവൾക്ക് നിന്നെ എന്തോ ഡൗട്ടുണ്ട്. അവൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞത് കേട്ടല്ലോ. ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന്. അനിരുദ്ധൻ്റെ ഒപ്പം ഉണ്ടതെന്ന് കിടക്കണമെങ്കിൽ അങ്ങനെ, അസിസ്റ്റന്റ് കമ്മീഷണറോടൊപ്പം സെക്സ് റാക്കറ്റിലെ പ്രതികളെ പൊക്കിയതിൻ്റെ ക്രെഡിറ്റ് പങ്കിടണമെങ്കിൽ അങ്ങനെ. യു ക്യാൻ ഡിസൈൻ. സിദ്ധു പറഞ്ഞത് കേട്ട് രാഹുൽ പതിയെ സിദ്ധുവിനെ നോക്കി തലയാട്ടി. ഓക്കെ, കോൾ ദി പോലീസ്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. സിദ്ധാർത്ഥ് കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് രാഹുലിനെ നോക്കി പറഞ്ഞു. രാഹുൽ അനിരുദ്ധനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് വിറക്കുന്ന കൈകളോടെ ഫോണിൽ നമ്പർ സെർച്ച് ചെയ്തു. ഓഹോ, നീ ഒലത്തുമല്ലടാ. അനിരുദ്ധൻ കാലുയർത്തി രാഹുലിൻ്റെ നെഞ്ചു നോക്കി ഒന്ന് കൊടുത്തു. രാഹുൽ മലക്കം മറിഞ്ഞ് ഒരു കസേരയും മറച്ചിട്ട് ഭിത്തിയിൽ പോയി ഇടിച്ചിരുന്നു. ഇടക്ക് കയറാൻ പോയ വിനായകനെ ഇടത് കൈക്കൊണ്ട് സിദ്ധു തടഞ്ഞു നിർത്തി. സംശയത്തോടെ ആന നോക്കിയ വിനായകനോട് സിദ്ധു പറഞ്ഞു. കുറച്ച് കിട്ടേണ്ടതാ, കിട്ടിക്കോട്ടെ. വീട്ടിലൊരു പെണ്ണും വളർന്നു വരുന്ന ഒരു മോളും ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരണമെങ്കിൽ 2 എണ്ണം കിട്ടണം. അപ്പോഴേക്കും അനിരുദ്ധൻ 2 ചവിട്ടും കൂടി അവനിട്ട് കൊടുത്തിരുന്നു. ഐഷ്, മതി അനിരുദ്ധ, ഇനി മതിയാക്ക. സിദ്ധു ഇരുന്നിടത്ത് ഇരുന്നു കൊണ്ട് കൈകൊട്ടി. അത് പറയാൻ നീയാരടാ? ഏത് കൊമ്പത്തെ ഓഫീസറാണേലും അനിരുദ്ധന് പുല്ലാടാ, പുല്ല്. ആയിക്കോട്ടെ, ഇപ്പോൾ അവനോട് എന്നെ പറഞ്ഞോ. സിദ്ധു കൈ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇല്ലെങ്കിൽ നീ എന്നെ എന്തു ചെയ്യുമടാ പന്നെ. അനിരുദ്ധൻ തിരിഞ്ഞു വന്ന് സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് തള്ളി. 1 തള്ള്, 2 തള്ള്, 3ാമത്തെ തള്ളിന് അനിരുദ്ധൻ്റെ കൈ തിരിഞ്ഞ് പുറകിലേക്ക് മടങ്ങിയിരുന്നു. ആരോടാടാ നീ കളിക്കുന്നതെന്ന മിനിമം ബോധം വേണം അവിടെ പന്ന പുന്നാരമോനെ. സിദ്ധാർത്ഥിനെ കുറിച്ച് ചെറിയൊരു ധാരണ മുൻകൂർ വേണ്ടതായിരുന്നു. പാട്ടി, ഒരു പാവം പെണ്ണിൻ്റെ കാര്യമായിരുന്നത് കൊണ്ടാ. ഇല്ലെങ്കിൽ പണ്ടേ തന്നെ നിന്നെ ഞാൻ അറിയിച്ചേനെ ഞാൻ ആരാണെന്ന്. സിദ്ധുവിൻ്റെ കൈകളിലിരുന്ന് അനിരുദ്ധൻ്റെ കൈ തിരിഞ്ഞ് ഞൊട്ടോടിയും പോലുള്ള ശബ്ദം കേട്ടു തുടങ്ങിയിരുന്നു. വേദന കൊണ്ട് അനിരുദ്ധം പുളഞ്ഞു. കണ്ടു നിന്ന ജോബിനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോർഡിനേറ്റർ രാജേഷും കൂടി ഇടയിൽ കയറി. ആവശ്യതയോടെ ചുമച്ചിരുന്ന രാഹുലിൻ്റെ അടുത്തിരുന്ന് ഒരു കുപ്പിയിലെ വെള്ളം കൊടുക്കുകയായിരുന്നു വിനായക. ജോബിനും രാജേഷും സിദ്ധുവിനെ ഇടവും വലവും പിടിച്ച് അനിരുദ്ധനെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥിനെ തടയിടാൻ അവർ 2 പേരും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടയിലെപ്പോഴോ സിദ്ധുവിൻ്റെ കൈ ഒരൽപ്പം മയഞ്ഞ വേളയിൽ അനിരുദ്ധൻ്റെ കൈ സ്വതന്ത്രമായി കെട്ടി. കൈ ഒന്ന് കറക്കി ശരിയാക്കി 1-2 പ്രാവശ്യം ആഞ്ഞു ചുഴറ്റിക്കൊണ്ട് അനിരുദ്ധൻ സിദ്ധുവിന് നേർക്ക് ഒരു വഷളം ചിരിയും ചിരിച്ചു ചെന്നു. സിദ്ധുവിനെ ഇടത്തും വലത്തും തടയിട്ട് പിടിച്ചുകൊണ്ട് ജോബിനും രാജേഷും ഉണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടിയ അനിരുദ്ധൻ്റെ ചവിട്ടിൽ സിദ്ധു ഒന്ന് ഉലഞ്ഞു നിന്നു. അടുത്ത ചവിട്ടിലും സിദ്ധുവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് തൻ്റെ നേർക്ക് അനിരുദ്ധൻ്റെ കാൽ ഉയരുന്നതിന് മുൻപ് തന്നെ ഇരുവശത്ത് നിന്നവരിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് സിദ്ധു ഒന്ന് ഉയർന്നു പൊങ്ങി കാലുയർത്തി അനിരുദ്ധൻ്റെ നാവിക്ക് നോക്കി ഒന്ന് കൊടുത്തു. സിദ്ധുവിൻ്റെ ആ ഒരു നീക്കത്തിൽ വശങ്ങളിൽ നിന്ന് ജോബിൻ്റെയും രാജേഷിൻ്റെയും കൈകൾ അയഞ്ഞു പോയിരുന്നു. പിന്നെ അവിടെ ഒരു കൂട്ടത്തല്ലായിരുന്നു. രാഹുലിൻ്റെ അടുത്ത് നിന്നും വിനായകം കളത്തിലേക്ക് ഇറങ്ങി. രാഹുലിന് ഒന്നിനും വയ്യായിരുന്നു. അമ്മാതിരി ചവിട്ടായിരുന്നു അനിരുദ്ധൻ അവന് കൊടുത്തത്. ഹരി ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയായിരുന്നു. തന്നിലേക്ക് വന്നു വീഴുന്നവർക്ക് ഒന്ന് പൂശി വിടുക മാത്രമാണ് അവൻ ചെയ്തത്. ജോബിനെയും രാജേഷിനെയും നേരിടാൻ വിനായക് ഒറ്റക്ക് മതിയായിരുന്നു. അനിരുദ്ധനെ അടിക്കുന്ന ഓരോ അടിയിലും ചവിട്ടുന്ന ഓരോ ചവിട്ടിലും സിദ്ധു ഐശ്വര്യയുടെ കണ്ണുനീർ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ സിദ്ധുവിൻ്റെ തല കൊണ്ടുള്ള ആഞ്ഞൊരു പ്രഹരത്തിൽ വായിൽ നിന്നും ചോര തുപ്പി അനിരുദ്ധൻ കുഴഞ്ഞ് താഴേക്കിരുന്നു. തല കുഴഞ്ഞ് താഴേക്ക് ആടുകയായിരുന്നു അയാളുടെ. തറയിൽ മുട്ടുകുത്തിയിരുന്ന് ഒരു പരുവത്തിലായിരുന്നു അനിരുദ്ധൻ.
മുടിയിൽ കുത്തിപ്പിടിച്ച് സിദ്ധു അവൻ്റെ തല ഉയർത്തി വെച്ചു. എത്ര പെൺകുട്ടികളുടെ മാനം നശിപ്പിച്ച് കളഞ്ഞട നായ നീ, പറയടാ. ഐശ്വര്യക്ക് നിന്നെ മനസ്സിലായില്ലെന്ന് കരുതിയോ നീ? ഇനിയും അവളെ കാർന്ന് തിന്നു കളയാമെന്ന് കരുതിയോ നീ? അവൾക്ക് കാവലായി ഞാനുണ്ടടാ. അവൾക്ക് മാത്രമല്ല, എൻ്റെ കൺമുമ്പിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും കാവലായി ഈ സിദ്ധാർത്ഥ് കാണും. നിന്നെയൊക്കെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കുകയല്ല, ചുട്ടു കൊല്ലുകയാണ് വേണ്ടത്. പന്ന. സിദ്ധാർത്ഥ് ഊക്കോടെ അയാളെ നിലത്തേക്ക് തള്ളി. അയാൾ ചത്തു മലച്ചതുപോലെ താഴെ കിടന്നു. ഇതിനോടകം ജോബിനെയും രാജേഷിനെയും വിനായക് തല്ലി പദം വരുത്തിയിരുന്നു. രണ്ടും ഓരോ മൂലയ്ക്ക് കിടപ്പുണ്ട്. മൽപ്പിടുത്തത്തിനും അടിക്കുമിടയിൽ എങ്ങനെയോ സിദ്ധാർത്ഥിന്റെ കൈമുട്ട് പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. അവനത് നോക്കിക്കൊണ്ട് ഉടുത്തിരുന്ന മുണ്ടിൽ നിന്നും ഒരു കഷ്ണം തുണി വലിച്ചു കീറി അതിൽ കെട്ടിവെച്ചു. അപ്പോഴാണ് തളർന്ന അവശനായി ചുമച്ചുകൊണ്ട് രാഹുൽ ഭിത്തിയിൽ ചാരിയിരിക്കുന്നത് സിദ്ധു കണ്ടത്. അവൻ രാഹുലിന്റെ അടുത്തേക്ക് പോയി അടുത്ത് മുട്ടുകുത്തിയിരുന്നു. ആ പെണ്ണിനെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞനെ പന്നിയെ നിന്നെ. അവൻ രാഹുലിന്റെ താടിക്കിട്ട് ഒരു തട്ട് കൊടുത്തു. വിനായകിന്റെ ശ്രദ്ധയും അവരിലായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ എന്തോ തട്ടിമുട്ടി വീഴുന്ന പോലൊരു ശബ്ദം കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കി ദൃഷ്ടി പതിയും മുൻപ് ഒടിഞ്ഞു കിടന്നിരുന്ന ഒരു കസാരയുടെ കാലുകൊണ്ടുള്ള അടിയേറ്റ് അവൻ തല പൊത്തിപ്പിടിച്ച് ചെന്നൈയിലേക്ക് ഒഴുകുന്ന രക്തവുമായി പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. ആടി ഉലഞ്ഞ് എഴുന്നേറ്റ് വന്ന അനിരുദ്ധൻ അടുത്ത അടി അടിക്കാൻ കസേരക്കാല് വീശിയതും മുറിയുടെ മൂലയ്ക്കിരുന്ന പങ്കായം എടുത്ത് ഹരി അനിരുദ്ധന്റെ തലക്കിട്ട് ആഞ്ഞടിച്ചതും ഒരുമിച്ചായിരുന്നു. തല പൊത്തിപ്പിടിച്ച് കസേരക്കാലുമായി തിരിഞ്ഞു നിന്ന അനിരുദ്ധന്റെ തലക്കിട്ട് വീണ്ടും കൊടുത്തു ഹരി പങ്കായത്തിന്. ചോരയൊഴുകുന്ന തലയുമായി അയാൾ ഹരിയുടെ ഇരു ചുമലിലും പിടിച്ചു നിന്നു. നേരത്തെ മൽപ്പിടുത്തത്തിനിടയിലെപ്പോഴോ സിദ്ധുവിന്റെ അരയിൽ നിന്നും താഴെ വീണ് കിടന്നിരുന്ന തോക്കിൽ ഹരിയുടെ കണ്ണ് പതിഞ്ഞു. അടിയുടെ ആഘാതത്തിൽ ചെറുതായി ബോധം മറഞ്ഞു പോയിക്കൊണ്ടിരുന്ന സിദ്ധുവിന്റെ തലയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയായിരുന്നു വിനായക്. ഹരിയുടെ കണ്ണ് തോക്കിൽ പതിഞ്ഞു നിൽക്കുന്നത് കണ്ട രാഹുൽ തന്റെ കാലിനടുത്ത് കിടന്നിരുന്ന തോക്ക് കാൽ കൊണ്ട് തട്ടി ഹരിയുടെ അടുത്തേക്ക് ഇട്ടുകൊടുത്തു. ഒരു നിമിഷം ഇടതുകാലിലെ പെരുവിരൽ കൂട്ടിപ്പിടിച്ച് തോക്കെടുത്ത് കൈയിലേക്ക് വെച്ച ഹരി ധൈര്യം അവലംബിച്ച് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അത് അനിരുദ്ധന് നേർക്ക് ചൂണ്ടി. കളി അവിടെ അവസാനിക്കുകയായിരുന്നു. പിറ്റേന്ന് കാലത്തെ മലയാള ഭൂമി ദിനപത്രം. യുവ പോലീസ് കമ്മീഷണറുടെ സമയോചിത ഇടപെടൽ വൻ സെക്സ് റാക്കറ്റ് പിടിയിൽ. പോലീസിലെ തന്നെ ക്രിമിനൽ SI അനിരുദ്ധൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സെക്സ് ഫാമിലിയുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പ്രശസ്ത എക്സ്പോർട്ടിംഗ് കമ്പനിയായ അബാങ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അടച്ചുപൂട്ടി. SCP സിദ്ധാർത്ഥ് മേനോൻ IPSനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് പ്രശംസിച്ചു. കൂടുതൽ വാർത്തകൾ ഉൾപേജിൽ. അനിരുദ്ധം മരിച്ച രാത്രി വീടിന് പിന്നാമ്പുറത്ത് നിന്ന് ഇരട്ടത്ത് സിദ്ധു ഒരു വലിയ ഇരുമ്പ് തണ്ടുകൊണ്ട് അയാളെ ഷൂട്ട് ചെയ്ത് തോക്ക് അടിച്ചു പരത്തുന്നത് വിനു കണ്ടിരുന്നു. അപ്പോൾ അവനോട് അത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. പോലീസിൽ വിവരം അറിയിച്ച് പോലീസും മീഡിയയും ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ അടിച്ചു പരത്തിയ തോക്കുമായി അവൻ ഹരിയുടെ അരികിൽ ചെന്നു. ഹരി, ഇത് കായലിൽ എവിടെയെങ്കിലും കളയണം, മനുഷ്യവാസം കുറവുള്ളിടത്ത്. അങ്ങനെ ഒരിടം കായലിൽ എവിടെ ഉണ്ടെന്ന് ഹരിക്ക് അറിയാൻ സാധിക്കുമല്ലോ. എന്തിന് സാർ? കുറ്റം ഞാൻ ഏൽക്കും, ഞാനല്ലേ അത് ചെയ്തത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് ഹരി മറുപടി പറയോ? ഉൾക്കായലിൽ ചുഴലിയുള്ള ഭാഗങ്ങളുണ്ട്, അവിടെ ഇടാം. ഒന്നെങ്കിൽ അതിൽ പെട്ടോളും, അല്ലെങ്കിൽ അടിയൊഴുക്കുള്ള സ്ഥലം കൂടിയാ. നിമിഷ നേരം കൊണ്ട് മംഗലം പുഴയും മാർത്താണ്ഡം പുഴയും കടന്ന് അങ്ങ് പൊന്നാനി കടലിലെത്തും. ദാറ്റ്സ് ഗുഡ് ബോയ്. ഇങ്ങനെ വേണം മറുപടി പറയാൻ. കം ക്വിക്ക്, ലെറ്റ്സ് ഗോ. പക്ഷേ സാർ, ഞാൻ ഈ കുറ്റം ഏൽക്കാൻ തയ്യാറാണ്. വേഗത്തിൽ നടക്കുന്ന സിദ്ധുവിൻ്റെ പുറകെ നടന്നുകൊണ്ട് ഹരി പറഞ്ഞു. പക്ഷേ ഞാൻ തയ്യാറല്ല ഹരിയെ കുറ്റമേൽപ്പിക്കാൻ. പിന്നെ എന്താ പ്ലാൻ? സിദ്ധു ഹരിയുടെ വീട്ടിലേക്ക് കയറി തൻ്റെ ബാഗിൽ നിന്നും വേറെ തോക്കെടുത്തു. ഇത് അനിരുദ്ധൻ്റെ തോക്കാണ്. മൽപ്പിടുത്തം നടന്നപ്പോൾ തെറിച്ച് മുറ്റത്ത് വീണത്. ഇതിൽ അയാളുടെയും എൻ്റെയും ഫിംഗർ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യും അന്വേഷണ സംഘത്തിന് മുൻപിൽ. അപ്പോൾ നീ? വിനായക് ഇടർച്ചയോടെ സിദ്ധുവിൻ്റെ തോളിൽ പിടിച്ചു. ഒരു ചുക്കും സംഭവിക്കില്ല വിനു. ഏറ്റുമുട്ടലിനിടയിൽ സംഭവിച്ചത്. പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഷൂട്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. അതും പെൺവാണിപ്പ് കേസ് പ്രതി. ഒരു ചുക്കും സംഭവിക്കില്ല. ചുമ്മാതാണോടാ ഞാൻ CMനെ കാണാൻ പോയത്. സിദ്ധു ചിരിയോടെ വിനായകന്റെ തോളിൽ കൂടി കൈയിട്ടു. പിന്നീട് ഹരി ഒറ്റക്ക് പോയി തോക്ക് ആ കായലിൽ കളഞ്ഞു. അതിനുശേഷമായിരുന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതും മീഡിയ വന്നതും അന്വേഷണ സംഘം എത്തിയതുമെല്ലാം. കാര്യം സെക്സ് റാക്കറ്റായി ബന്ധപ്പെട്ടതുകൊണ്ടും കൂടെ അബാങ് ഗ്രൂപ്പിന്റെ മറ്റ് സ്റ്റാഫിനെയൊക്കെ പിടിച്ചതുകൊണ്ടും എതിർവശത്ത് നിൽക്കുന്നത് ACP ആയതുകൊണ്ടും വലിയ ചോദ്യം ചെയ്യലൊന്നുമില്ലായിരുന്നു. ജോബിനെയും രാജേഷിനെയും അബാങ് ഗ്രൂപ്പിലെ സ്റ്റാഫായിരുന്ന ആ രണ്ട് മുതിർന്ന സ്ത്രീകളെയും പോലീസ് കൊണ്ടുപോയി.
പെൺകുട്ടികളെ അവരവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചുമതല താൻ ഏറ്റെടുക്കുന്നു എന്ന് സിദ്ധു തലപ്പത്ത് വിളിച്ചു പറഞ്ഞിരുന്നു. പോലീസിനും മീഡിയക്കുമൊന്നും അവർ കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുക്കാതെ ആ ചുമതല അവൻ ഭംഗിയായി നിർവഹിച്ചു. ഐശ്വര്യയെ ഹരിയുടെ വീട്ടിൽ തന്നെ നിർത്തി. അവരും അവിടെ തന്നെ ആയിരുന്നു. CMന്റെയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും കൃത്യമായ ഇടപെടൽ മൂലം കേസ് വലിയ പ്രാധാന്യം അർഹിക്കാതെ അങ്ങനെ നിന്നു. വൻ സെക്സ് റാക്കറ്റിലെ അംഗങ്ങൾ എന്ന നിലയിൽ അനിരുദ്ധനും അബാങ് ഗ്രൂപ്പിനും ഒന്നുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും മറ്റും തങ്ങളുടെ മുഖം രക്ഷിക്കാൻ മറുകണ്ഠം ചാടി. എവിടെയും സിദ്ധു ആയിരുന്നു താരം. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് സിദ്ധു ഐശ്വര്യയുടെ അമ്മയെ തിരികെ വിളിച്ചുകൊണ്ടുവന്നു. ജോലിക്കാരെ നിർത്തി അവൻ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ടിരുന്നു. സരസ്വതി അമ്മയോടൊപ്പം സാന്ദ്രയും സിദ്ധുവിൻ്റെ അമ്മയും കൂടി സിദ്ധുവിൻ്റെ ഒപ്പം മാമ്പഴക്കരയിലെത്തിയിരുന്നു. ഹരിയും ഐശ്വര്യയും സരസ്വതി അമ്മയും ചേർന്ന് എല്ലാവർക്കും ഭക്ഷണം ഒരുക്കി. ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാ മുഖങ്ങളിലും നല്ല ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് ഹരിക്കും ഐശ്വര്യയ്ക്കും സരസ്വതി അമ്മയ്ക്കും. അനിരുദ്ധൻ എന്ന വ്യക്തി ഇനി ഈ ഭൂമിക്ക് മുകളിൽ ഇല്ല എന്ന സത്യം വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ടും അത്യധികം സന്തോഷത്തോടെ തന്നെ അവർ വിശ്വസിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഹരിയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഓരോരോ ഭാഗങ്ങളിൽ ഭിത്തിയും ചാരി വെറുതെ നിലത്തിരിക്കുന്നു. അപ്പോഴാണ് വിനായകൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഹേയ് ഡി വർഷ. അവൻ ഫോൺ എടുത്തതും ചിരിയോടെ വിളിച്ചു. മറുപുറത്ത് നിന്നും എന്തോ പറഞ്ഞതും അവൻ ചോദിച്ചു, എപ്പോൾ ലാൻഡ് ചെയ്യും? ഓക്കെ, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. പിന്നെയും അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ പറയുന്നത് അവൻ കേട്ടിരുന്നു. നീ വാ, എന്നിട്ടല്ലേ വഴിയെ ഉണ്ടാക്കാം, എന്ത് കുന്തം റിസർച്ച് ആണെങ്കിലും. കുറച്ച് നേരം കൂടി സംസാരിച്ചതിന് ശേഷം അവൻ ഫോൺ വെച്ചു. എന്താടാ, വർഷ വരുന്നുണ്ടോ? സിദ്ധു ചോദിച്ചു. ആളിനി കുറച്ചുനാൾ നാട്ടിലുണ്ടാവുമെന്ന്. എന്തോ നെൽവയൽ തണ്ണീർത്തടങ്ങളൊക്കെ റിസർച്ച് ചെയ്യണമെന്ന്. അത് പണ്ടേ അങ്ങനെ ഒരെണ്ണം. പപ്പ പറഞ്ഞ വഴിയൊന്നും അവൾ പോയില്ല. അതിങ്ങനെ നാടുതോറും അതും ഇതും പറഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. വിനായകൻ്റെ അനിയത്തിയാണ് വർഷ. വിദേശത്തെ പഠനം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുകയായിരുന്നു അവൾ. ഇനി ബാക്കി ഭാഗം ഇന്ത്യയിലാണ്. അതിനുവേണ്ടി വരികയാണ്. വീണ്ടും കുറേ നേരം കൂടി എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അമ്മമാർ ഹരിയുടെ അമ്മയുടെ അടുത്താണ്. സാന്ദ്ര ഫോണിൽ ഒരു മൂവി കാണുന്നു. ഹരിയും സിദ്ധുവും വിനായകും സംസാരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് തന്നെ വിനായക് സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം ഐശ്വര്യയുടെ മുഖത്താണെന്ന് കണ്ടു. വിനായക് പതിയെ തലചിരിച്ച് ഹരിയെ നോക്കി. ഹരി അത് ശ്രദ്ധിക്കുന്നില്ല. പകരം വാട്സപ്പ് സ്കൂൾ ഗ്രൂപ്പിൽ എന്തോ ചെക്ക് ചെയ്യുകയാണ്. വിനായക് ഐശ്വര്യയെ നോക്കി. അവൾ ദൂരേക്ക് നോക്കിയിരിക്കുന്നു. ഗഹനമായ എന്തോ ചിന്തയിലാണ്. വിനായക് വീണ്ടും സിദ്ധുവിനെ നോക്കി. അവൻ താഴേക്ക് നോക്കിയിരിക്കുന്നു. മനസ്സ് ഇവിടെ ഒന്നുമല്ല എന്ന് കണ്ടാലേ അറിയാം, കള്ളപടുവ. വിനായക് അല്പം കൂടി അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. തോളിലൊന്ന് അടിച്ചുകൊണ്ട് അവൻ്റെ തല സിദ്ധുവിൻ്റെ തോളിലേക്ക് ചേർത്ത് വെച്ചു. അപ്പം എങ്ങനാ കള്ളക്കാമുക, നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കണ്ടേ? ഏയ്, അവൾ ഹരിക്കുള്ളതാ, സിദ്ധു പതിയെ പറഞ്ഞു. നിനക്ക് വിഷമമല്ലേ? ഏയ് ഇല്ല, വിട്ടുകൊടുക്കലാണ് പ്രണയം. അവൻ വിനായകനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ടെന്താ ഈ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്? വിനായക് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. പ്രപഞ്ചത്തിൽ ഏറ്റവും സുന്ദരമായ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. സിദ്ധു ചിരിച്ചു. ഇവിടെ ഇപ്പം എന്താ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം നടന്നത്? വിനായക് ആരെ കൂർപ്പിച്ചു നോക്കി. ഞാൻ എൻ്റെ പ്രണയത്തെ വിട്ടുകൊടുക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൗഹൃദം നിറയ്ക്കുന്നു. ഹരി, ഇന്നെനിക്ക് നിന്നോളം പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെ. തേങ്ങാക്കുല. വിനായക് അവൻ പറഞ്ഞതൊന്നും അത്ര ദഹിച്ചില്ല. വൈകുന്നേരം ഹരിയും സിദ്ധാർത്ഥും കൂടി പുറത്തേക്കൊന്ന് നടക്കാനിറങ്ങി. വിനായക് കുളിക്കുകയായിരുന്നു. അവൻ കുളി കഴിഞ്ഞിറങ്ങി പുറത്തെ അഴയിൽ തോർത്ത് വിരിച്ചിടുന്ന നേരമാണ് പുറകുവശത്തുള്ള കൈത്തോടിനടുത്തുള്ള വെള്ളത്തിലേക്ക് നോക്കി ഐശ്വര്യ ഇരിക്കുന്നത് കണ്ടത്. അവനും അങ്ങോട്ട് ചെന്ന് ഒരു കരിങ്കല്ലിന് മുകളിൽ കയറിയിരുന്നു. അവൻ വന്നിരുന്നിട്ടും അവളത് അറിഞ്ഞതുപോലുമില്ല. ഹേയ്, ഇവിടൊന്നും അല്ലേ? എന്താ ഇത്ര ആലോചന? ഐശ്വര്യ നെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് പണിപ്പെട്ട് തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്ത് പറ്റിയടോ? നാളെ നിങ്ങളൊക്കെ പോകുമല്ലേ? സിദ്ധാർത്ഥ് സാറ് അമ്മയോട് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം. ഇത്ര നാളും ഒന്നിച്ചുണ്ടായിരുന്നിട്ട് ഇത്ര പെട്ടെന്ന്. അവൾ പകുതിക്ക് വെച്ച് നിർത്തി. അതിനെന്താ, ഇനിയും കാണാമല്ലോ. ഐശ്വ ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി, ഞങ്ങളിവിടെ പറന്നെത്തും. ഐശ്വര്യയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ഇനി എന്താ പ്രശ്നം? വിനായകനോട് മറുപടി ഒന്നും പറയാതെ മുഖം പൊത്തി അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. ഏറെ നേരമായിട്ടും വിനുവിനെ കാണാൻ തിരക്കി വന്നതായിരുന്നു സാന്ദ്ര.
ഐശ്വര്യയുടെ വീടിൻ്റെ ജനലിലൂടെ നോക്കിയപ്പോൾ പുറകിലെ കൈത്തോടിനരികെ വിനായകും ഐശ്വര്യയും ഇരിക്കുന്നത് അവൾ കണ്ടു. ഐശ്വര്യ കണ്ണുകൾ തുടയ്ക്കുന്നു. വിനായക് ആകെ അന്തം വിട്ട പോലെ ഇരിക്കുന്നു. പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് സിദ്ധു തിരികെ എത്തിയത്. ഹരി ഇടയ്ക്ക് അവന് പരിചയമുള്ള ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ കയറിയിരുന്നു. അമ്മമാർ ഹരിയുടെ വീടിൻ്റെ അടുക്കളയിലാണ്. അവിടെ തന്നെ ഒരു മുറിയിൽ സാന്ദ്ര ഫോണുമായി ഇരിപ്പുണ്ട്. ഐശ്വര്യ അപ്പുറത്ത് ഐശ്വര്യയുടെ വീട്ടിൽ അവളുടെ മുറിയിൽ എന്തോ അടുക്കി പൊറുക്കി വെക്കുന്നു. അവിടേക്ക് തൻ്റെ ബാഗിൽ നിന്നും കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവുകയായിരുന്നു സിദ്ധു. വിനായക് അവനെ പുറകിൽ നിന്ന് വിളിച്ചു. ഡാ, അവൾ അവിടെയുണ്ട്, നീ പറയാം അവളോട് മറ്റേ കാര്യം. എന്ത് കാര്യം? ഇഷ്ടം പറയടോ. വേണോ? അപ്പോൾ ഹരിക്ക് അവളെ ഇഷ്ടമായിരിക്കും എന്ന് വെച്ച് അവൾക്ക് ആരെയാ ഇഷ്ടമെന്ന് അറിയില്ലല്ലോ. എങ്കിലും അവൾക്ക് ഇഷ്ടമില്ലാതെ ഹരി അവളെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഹരി അങ്ങനെ ചെയ്യില്ല. ഐശ്വര്യ പറഞ്ഞിരുന്നല്ലോ ഹരി അവൾക്ക് ഏട്ടനെ പോലെയാണെന്ന്. സിദ്ധു കുറച്ചു നേരം ആലോചിച്ചു നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഐശ്വര്യയുടെ മുറിയിലേക്ക് ചെന്നു. പുറകിൽ ഒരു മുരടനക്കം കേട്ട് ഐശ്വര്യ തിരിഞ്ഞു നോക്കി. ഐശ്വര്യ, എനിക്ക് ബി സ്ട്രൈറ്റ്, എനിക്കൊരു കാര്യം അറിയണം. എന്താ സാർ? നിനക്ക് അറിയുമായിരിക്കും, അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് നിന്നെ. കൂടെ കൂട്ടാനുള്ള ഇഷ്ടം, എൻ്റെ പെണ്ണായിട്ട്. പക്ഷേ ഹരിക്കും നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്കുമുണ്ടോ ഹരിയോട് അങ്ങനെ ഒരു അടുപ്പം? ഐശ്വര്യ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിന്നു. നീ പറഞ്ഞോളൂ, എന്താണെങ്കിലും കുഴപ്പമില്ല, ഐ എം ഓക്കെ. ഐശ്വര്യ പതുക്കെ അവനെ തല ഉയർത്തി നോക്കി. ദൃഷ്ടി ഭിത്തിയിൽ എവിടെയോ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, എനിക്ക് വിനായകേട്ടനെയാണ് ഇഷ്ടം. ഐശ്വര്യ പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കി. എന്താ പറഞ്ഞത്? സിദ്ധുവിൻ്റെ ഇടനെഞ്ച് തകർന്നു പോയി. അവൻ തളർന്ന മിഴികളോട് ഐശ്വര്യയെ നോക്കി. ഓക്കെ. ആൻ പതിയെ തിരിഞ്ഞതും തൊട്ടു പുറകിൽ നിന്ന വിനായക് ആന മറിച്ച് അടുത്ത് കിടന്ന കട്ടിലിലേക്ക് ഇട്ടിട്ട് കൂടെ കയറി കിടന്നതും ഒരുമിച്ചായിരുന്നു. സിദ്ധു പതറി അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിനായക് അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് എന്നെയാ ഇഷ്ടമെന്ന്? എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് കെട്ടാം അവളെ, അല്ലേ? സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എങ്കിലും ചെറുപുഞ്ചിരിയോട് അവൻ പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ്. ആഹാ, പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം നടത്തിയത് കൊണ്ടാണോ നിന്റെ കണ്ണ് നിറഞ്ഞത് ഇപ്പോഴും? പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രണയം വിട്ടുകൊടുത്തത് കൊണ്ട്? സിദ്ധു അവനെ വെറുതെ നോക്കിക്കിടന്നു. കള്ളപ്പെടുക, ഒരു കള്ളക്കാമുകൻ വന്നിരിക്കുന്നു, ഒന്ന് പോടാ. സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഇതിനോടകം ഐശ്വര്യ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. എടാ, അവൾക്ക് നിന്നെയാ ഇഷ്ടം. അത് ഞങ്ങളൊന്ന് കളിച്ചതല്ലേ നിന്നെ പറ്റിക്കാൻ. അവളെ കൊല്ലാൻ പോകണ്ട, ഞാനാ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. അപ്പോഴേക്കും അവനൊരു നിരാശാകാമുകനായി കള്ളപ്പെടുക, വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുക പഹയൻ, ഒരു സത്യസന്ധൻ. ഒന്ന് പോടാ മരത്തലയാ. നീ ചെല്ല്, അവളോട് ചെന്ന് സംസാരിക്കേ. ഞാൻ ഒത്തിരി ചോദിച്ചിട്ടാണ് അവൾ പറഞ്ഞത്. പക്ഷേ എന്തൊക്കെയോ അതിനെ അലട്ടുന്നുണ്ട്. നിനക്ക് ഇഷ്ടമാകുമെന്നോ വീട്ടിൽ ഇഷ്ടമാകുമെന്നോ പിന്നെ അവൾക്ക് യോഗ്യതയില്ലെന്നോ? നീ തന്നെ ചെന്ന് ചോദിക്കുക അവളോട്. വിനായക് അവൻ്റെ മേൽ നിന്ന് കൈയെടുത്ത് നേരെ കിടന്നു. സിദ്ധു അപ്പുറത്ത് ഐശ്വര്യ നിൽക്കുന്ന ഇടത്തേക്ക് ചെന്നു. അവളുടെ മനസ്സും ഉടലും അവനെ കണ്ട് ഒരുപോലെ വിറച്ചു. ഐശ്വര്യ, സിദ്ധു പതിയെ വിളിച്ചു അവളെ. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. നേരത്തെ വിനായക് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെയാണ് ഞാൻ വന്ന് നിന്നോട് സംസാരിച്ചത്. ഇപ്പോൾ അവൻ പറയുന്നു നിനക്ക്. സിദ്ധു ഒന്ന് നിർത്തിയിട്ട് അവളെ നോക്കി. പക്ഷേ ഹരിയെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. ആ കണ്ണുകൾ അതെന്നെ വല്ലാതെ അലവസരപ്പെടുത്തുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിന്റെ ചെറിയ പ്രായം മുതൽ അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നിന്റെ അമ്മയ്ക്കും അത് തന്നെയാ താല്പര്യം. ആരുടെ രണ്ടുപേരുടെയും താല്പര്യം നീ നോക്കണം. സിദ്ധു ഐശ്വര്യയുടെ മുഖത്തേക്ക് നോക്കി. ആളുടെ മുഖത്ത് ഒരു നനഞ്ഞ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. പറയാനും ആശിക്കാനും യോഗ്യതയില്ലാത്തവളാണെന്നറിയാം. എന്ത് പോരായ്മകളുണ്ടെങ്കിലും മൃഗതുല്യനായ ഒരുത്തൻ പിച്ചു ചീന്തിയതാണെങ്കിലും എനിക്കും ഒരു മനസ്സില്ലേ? അതിൽ ചില ആഗ്രഹങ്ങളുണ്ടാവില്ലേ? ഈ ആഗ്രഹം ഞാൻ മണ്ണടിഞ്ഞാലും ആരും അറിയില്ലായിരുന്നു. എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞുപോയി തീർന്നേനെ. കാരണം ഞാൻ ആരാണെന്നും എന്താണെന്നും മറ്റൊരാളെക്കാളും എനിക്ക് നന്നായി അറിയാമല്ലോ. എന്താഗ്രഹിക്കാം, എന്താഗ്രഹിക്കാൻ പാടില്ല എന്നും നന്നായി അറിയാം. ഇത് വിനുവേട്ടൻ എന്നോട് സാറിന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ മനസ്സിൽ എന്താണെന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അറിയാതെ പുറത്തു വന്നു പോയതാ ആ ഇഷ്ടം. എന്നുവെച്ച് എനിക്കിഷ്ടമില്ലാത്തത്, മനസ്സുകൊണ്ട് പാകപ്പെടാത്തത് അതിനെന്നെ നിർബന്ധിക്കരുത്. സാർ നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഞാനത് അനുസരിച്ച് പോകും.
എന്തെന്നാ ഇന്ന് സാർ എനിക്ക് ദൈവതുല്യനാണ്. പക്ഷേ അങ്ങനെ ഒരു ജീവിതമുണ്ടായാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരം മാത്രമേ മരവിച്ചു പോയിട്ടുള്ളൂ. എൻ്റെ മനസ്സും കൂടി മരവിച്ചു പോകാൻ സാധ്യതയുള്ള കാര്യം സാർ പറയരുത്. ഐഷു, സിദ്ധാർത്ഥിൻ്റെ സ്വരം ഇടറിപ്പോയി. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ കരുതിയതല്ല, പക്ഷേ പറഞ്ഞു പോയതാ അറിയാതെ. ഇതെൻ്റെ മനസ്സിലേ ഇരിക്കുമായിരുന്നുള്ളൂ. ആരും അറിയില്ലായിരുന്നു മരണം വരെ. അതുവരെ മനസ്സിലൊരു ഇളം തണുപ്പായി ഞാനിത് കൊണ്ട് നടന്നേനെ. പക്ഷേ പകരം വെക്കാൻ പറ്റിയില്ല. എനിക്ക് ഈ സ്ഥാനത്ത് ഒരാൾക്ക് പകരമാകാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്ന് തിരിച്ചറിവിൻ്റെ പേരല്ലേ സാർ പ്രണയം? അങ്ങനെ വായിച്ചിട്ടില്ലേ സാർ? സിദ്ധാർത്ഥിൻ്റെ നെഞ്ച് ഇടറിപ്പോയി. കൊതിച്ചത് മുന്നിൽ വന്ന് നിന്ന് എന്നെ കെട്ടുമോ എന്ന് ചോദിച്ചിട്ടും പ്രിയപ്പെട്ട സൗഹൃദത്തിൻ്റെ നിസ്സഹായത കണ്ണുകൾ സിദ്ധുവിനെ അലട്ടി. ഐശു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഹരിയും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹരി നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നറിയോ? അനിരുദ്ധനെ. സിദ്ധാർത്ഥ് സാർ. പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വെടി കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. ഹരിയായിരുന്നത്. ഒന്ന് വരുമോ? ഒരു ചാനൽക്കാർ വന്നിരിക്കുന്നു. സിദ്ധു ഐശ്വര്യയെ ഒന്ന് നോക്കിയിട്ട് ഹരി വിളിച്ചിടത്തേക്ക് ചെന്നു. ഏത് ചാനലുകാരാണ് ഹരി? എവിടെ? സിദ്ധു ചുറ്റും നോക്കി. ആരുമില്ല, വെറുതെ വിളിച്ചതാ. അവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിന് നീട്ടി വേറെ പുതിയതൊന്നും അവളെ അറിയിക്കേണ്ട. എൻ്റേത് ഒരു വശത്തേക്ക് മാത്രമുള്ള ഒരു പ്രണയമായിരുന്നു. ഇഷ്ടമായിരുന്നു അവളെ. കുഞ്ഞിലെ മുതൽ കാണുന്നതല്ലേ. എന്തിനും ഏതിനും ഞാൻ വേണമായിരുന്നു. വലുതാഴപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ എനിക്കായിരുന്നു തെറ്റുപറ്റിയത്. ആ ആശ്രയത്തിന് മറ്റൊരു നിറമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ മാത്രമായിരുന്നു അതിന് നിർഭേദങ്ങൾ നൽകിയതെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകി. സിദ്ധു ആശ്ചര്യത്തോടെ ഹരിയെ നോക്കി. പിന്നീട് സാറിനെ കണ്ടതിന് ശേഷം, സാറിൻ്റെ ഒരു കരുതൽ അനുഭവിച്ചതിന് ശേഷം അവളിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് നിറം മങ്ങിയ കണ്ണുകൾ അതിനുശേഷം നല്ല തിളക്കം വെച്ചിട്ടുണ്ട്. ആ കവിളുകൾ പണ്ടത്തേതിലും തിടുത്തിട്ടുണ്ട്. അതിന് നിറം കൂടിയിട്ടുണ്ട്. ആ ചിരിക്ക് പണ്ടത്തേതിലും നല്ല ചേലുണ്ട്. ഇപ്പോൾ സാറിൻ്റെ സാമീപ്യത്തിൽ ആ കണ്ണുകൾ പിടയുന്നുണ്ട്. നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്. ആളുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മാറ്റമുണ്ട്. ഹരി ചിരിയോടെ മുന്നോട്ട് നീങ്ങി. ഹരി, സിദ്ധു ഇടർച്ചയോടെ വിളിച്ചു. ഹരി തിരിഞ്ഞു നിന്നു. വിട്ടുകൊടുക്കലല്ലേ സാർ പ്രണയം? ഉണ്ടാവണം. അവളോടൊപ്പം എന്നും ഒരു കരുതലായി, കാവലായി. ഞാനുണ്ടാവും സാറിനൊപ്പം എന്നും. അനിയനായി, അല്ലെങ്കിൽ ഏട്ടനായി, അതുമല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പായി. പൊന്നുപോലെ നോക്കണം കേട്ടോ എൻ്റെ അച്ഛനെ. അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. തോട്ടിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ കയറി സാവധാനം തുഴഞ്ഞു പോകുന്നവനെ ഹൃദയം വെങ്ങി സിദ്ധു നോക്കി നിന്നു.